കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്. ഒരുപാട് ഭക്തരുടെ ആഗ്രഹം പറഞ്ഞിരുന്നു, എപ്പോഴാണ് സോപാനത്തിൽ കൂടെ പോകാൻ പറ്റുക, സോപാനത്തിൽ കൂടെ കാണാൻ പറ്റുക. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്ക് രാവിലെ നിർമ്മാല്യത്തിന് മാത്രം ഉണ്ടാവുക, ബാക്കിയൊക്കെ തിരക്കാവുന്ന. പക്ഷേ ഇന്നിപ്പോൾ ഉച്ചപൂജ വരെയും നിർമ്മാല്യം വഴി എന്താ പറയുക, ആ സോപാനം വഴിയാണ് ആ ഭക്തരെ വിട്ടിരുന്നത്. അപ്പോൾ ഒന്ന് വന്ന ആളുകൾക്കൊക്കെ ഭഗവാനെ രണ്ട് തരത്തിൽ കാണാനുള്ള ദർശന ഭാഗ്യം ഉണ്ടായി. കാരണം മണിമണ്ഡപത്തിൻ്റെ അവിടുന്ന് ഒരു വക കാണും, അത് കഴിഞ്ഞാൽ നേരെ സോപാനപ്പടിയിൽ വന്നിട്ടും കാണാൻ പറ്റും. അങ്ങനെ ഇന്നൊരു ഭാഗ്യം ഉണ്ടായി. തിരക്ക് പൊതുവെ കുറവായിരുന്നു, ചൊവ്വാഴ്ചകളിൽ കുറവാണ്. ഈ ഉത്സവ സീസണാകുമ്പോൾ മാത്രമാണ് തിരക്കുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തൊഴാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ പോന്നോളൂ. ആദ്യം തന്നെ നമുക്ക് ആ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് സുഖമായി ദർശനം നടത്താം. അവിടെ ആകുമ്പോൾ യാതൊരു തിരക്കും ഉണ്ടാവില്ല. വേണ്ട പോലെ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാം, മുട്ടറക്കാം, തൊടാം, ഒക്കെ ചെയ്യാം. തുറന്ന ഗണപതി ക്ഷേത്രമാണ്. അപ്പോൾ എല്ലാവരും തൊഴുതു പോരുക. അങ്ങനെ നമ്മൾ ഗോപുരവാതിൽ കടന്നിട്ട് വരികയാണ്. ഗോപുരവാതിൽ കടന്നിങ്ങനെ വരുമ്പോൾ നേരെ ആ വാതിൽപ്പടിയുടെ അവിടെ എത്തി. ആ വാതിൽപ്പടിയുടെ ഇനിയിപ്പോൾ അത് സ്വർണത്തിൻ്റെ അത് പൊട്ടി കീറിയ ഭാഗമൊക്കെ വീണ്ടും നേരെയാക്കാനുള്ള അളവൊക്കെ എടുത്തുപോയി. ഓരോരുത്തരുടെ സംഭാവനകളാണ്, സ്പോൺസർഷിപ്പാണ്, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതാണ്. അപ്പോൾ ഇനി അത് അവിടുത്തെ പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ നമ്മളവിടെ എത്തി വീണ്ടും ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. നാരായണീയെ നമ്മൾ നിത്യവും കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് ഹേതുവായ ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത വലതുവശത്തെ ആദ്യത്തെ തൂണ് ഒന്ന് കണ്ടു തൊഴുതു. അങ്ങനെ നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി വരികയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ പ്രകാശം ഇങ്ങനെ കാണുകയാണ്, നമ്മളെ കണ്ണിലേക്ക് എത്തുകയാണ്. വളരെ എന്താ പറയുക, രസകരവും ഏറ്റവും എന്താ പറയുക, നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടും പക്ഷേ ഭഗവാന് ബുദ്ധിമുട്ടില്ലാത്തതുമായ ഒരു കാര്യം പറയാം. കാരണം അവിടെ ആ നെയ്വിളക്കിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ എത്ര ചൂടാണ്. അപ്പോൾ നോക്കൂ, ഒന്ന് ചിന്തിച്ച് നോക്കൂ, ആ ശ്രീലകത്ത് എത്ര ആ സ്വർണത്തിൻ്റെ നെയ്വിളക്ക് ഇങ്ങനെ എരിയാണ്. അപ്പോൾ എത്രത്തോളം ചൂടിലാണ് ഭഗവാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഭക്തരെ കാണാൻ. പിന്നെ നമ്മൾ ഓരോരുത്തരും പറയുന്ന വിഷമങ്ങൾ മുഴുവൻ അദ്ദേഹം കേൾക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ട് അദ്ദേഹത്തിൻ്റെ തലയും മേലാസകലം ചൂടാവുകയാണ്. അതിനൊരു പരിധി വരെ സാന്ത്വനമേകാനാണ് ഈ കളഭാലങ്കാരം വരുന്നത്. അപ്പോൾ ആ കളഭാലങ്കാരം പിന്നെ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, വർഷത്തിലൊരിക്കൽ കളഭം കൊണ്ടുള്ള ചാന്താട്ടം പോലെയുള്ള കളഭാട്ടം. കാരണം അതേവരത്തെ ഒരു വർഷത്തെ നമ്മളെല്ലാവരുടെയും പറയുന്നത് മുഴുവൻ കേട്ട് അതിന് പ്രതിവിധിയൊക്കെ കണ്ടെത്തി ആ സ്ഥിതി നിലനിർത്തുന്ന വിഷ്ണു ഗുരുവായൂരപ്പൻ. അപ്പോൾ ആ ചൈതന്യത്തിന് എത്രത്തോളം ഭക്തരെ സംരക്ഷിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാവുകൊണ്ടാണ് ഇത്രയും സഹിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നത്. അത് നമ്മൾ തമാശയ്ക്കാണെങ്കിൽ പോലും അങ്ങനെ നോക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളൊക്കെ അവിടെ അത്രയും ചൂട് കൊണ്ടിട്ട് അവിടെ നിൽക്കാൻ കഴിയില്ല, ഒരു കുറച്ച് നേരം നിൽക്കാനേ കഴിയൂ. അതെന്തായാലും നമ്മൾ കണ്ടിങ്ങനെ തൊഴുത് വരികയാണ്. അങ്ങനെ വരുമ്പോൾ മണ്ഡപത്തിൻ്റെ അവിടെ എത്തി ഒന്ന് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ കാൽപാദങ്ങൾ കാണുന്നു. കാൽപാദങ്ങളിലെ കാൽത്തളകൾ കാണാണ്ട് അങ്ങനെ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ അരയിൽ ഇങ്ങനെ കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. ചെറിയൊരു കുംഭം ഇങ്ങനെ കാണുന്നു, കുംഭയുടെ മേലെ മാല കാണുന്നു. അങ്ങനെ കയ്യിലേക്ക് നോക്കുമ്പോൾ ഒരു കയ്യിൽ വെണ്ണ ഉണ്ട്, ഒരു കയ്യിൽ ഓടക്കുഴലുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണയും ഇടത്തെ കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കണ ആ പൊന്നുണ്ണിക്കണ്ണനാണ് കേട്ടോ ഒന്ന് ശ്രീലകത്ത്. അങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ ചാർത്തിയിട്ടുണ്ട്, ചെവിപ്പൂക്കളുണ്ട്, വളയം പോലത്തെ ഒരു മാല ഉണ്ട്, സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്, മാറത്തും ഉണ്ട് ഒരു സ്വർണ്ണ ഗോപി, പിന്നെ ഒരു മാങ്ങാമാലയുണ്ട്.
അതുകൂടാതെ നെറ്റത്തൊരു സ്വർണ്ണഗോപിയുണ്ട്. അതിൻ്റെയൊക്കെ തിളക്കാണ് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത്. പിന്നെ പീലിത്തൂരുമുടി കെട്ടിയിട്ടുണ്ട്. കളഭം കൊണ്ടുള്ള ആ പീലി അലങ്കാരമായിട്ടുണ്ട്. തിരുമുടി മാലകൾ 2 ഉണ്ട്. തുളസി പൂവായിട്ടുള്ള പിന്നെ വേറെ പൂവും കൂടിയും ചേർന്ന തിരുമുടി മാലകളുണ്ട്. അതുപോലെ ഉണ്ടമാലകളാണെങ്കിലോ 2 ഉണ്ട്. വളരെ വിധാനമായിട്ടുള്ള തെച്ചിയുണ്ട്, തുളസിയുണ്ട്, വെളുത്ത പൂവുണ്ട്. സമം ആയിട്ടിങ്ങനെ കുറച്ച് തെച്ചി, കുറച്ച് വെളുത്ത പൂവ്, കുറച്ച് തുളസി, അങ്ങനെയായിട്ടാണ്. അങ്ങനെ 2 ഉണ്ടമാലകളുണ്ട്. അങ്ങനെ പിന്നെ മുകളിൽ വിധാനമായിട്ട് തുളസിയുടെ മാല ഉണ്ട്. അങ്ങനെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ശ്രീലകത്തെ ആ വിഗ്രഹം നിറച്ചു മാലകളാലും ആ കളഭം കൊണ്ടും അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ വെണ്ണക്കണ്ണനായിട്ടിങ്ങനെ നിൽക്കുന്ന ആ ഒരു രൂപമാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ആ ശ്രീലകത്തിൻ്റെ ആ സോപാനപ്പടിയിലാണ്. എൻ്റെ കൂടെ എല്ലാവരും വന്നു. അവിടെയാണ് ഗുരുവായൂരപ്പനെ തൊഴുകയാണ്, ആ പൊന്നുണ്ണിക്കുട്ടനെ തൊഴുകയാണ്. അങ്ങനെ സങ്കല്പിച്ചോളൂ. ഹരേ കൃഷ്ണ എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് തൊഴുത് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ അഗ്നികോണിലേക്ക്, ആ തൂവുന്ന അഗ്നികോണിലേക്ക് നോക്കി ഒന്ന് തൊഴുതു. അങ്ങനെ ആ തിടപ്പള്ളി നോക്കിയിട്ട് ഗണപതി ഹോമമൊക്കെ നടത്തുന്ന തിടപ്പള്ളി, ഭഗവാന് നീതിയൊക്കെ തയ്യാറാക്കുന്ന തിടപ്പള്ളി, അവിടെ എന്തായാലും തൊഴണം. അങ്ങനെ തൊഴുതു. ഇനി സപ്തമാതാക്കളെയൊക്കെ അങ്ങനെ തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ സുഗമമായ ആ ഒരു ദർശനമാണ്. അങ്ങനെ വിഘ്നേശ്വരനെ നോക്കുമ്പോൾ ചന്ദനം കൊണ്ട് ആ കൊമ്പും തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 3 വട്ടത്തിലുള്ള പൊട്ട് തൊട്ടിട്ടുണ്ട്. കദളിപ്പഴം, നല്ല പഴുത്ത കദളിപ്പഴം ഉണ്ട്. പിന്നെ തുളസിമാല, തെച്ചിപ്പൂവൊക്കെ ചാർത്തിയിട്ടുണ്ട്. താമരമാല ഉണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതി ദേവിയുടെ അടുത്ത് ഫോട്ടോയ്ക്ക് നോക്കിയാലോ, അവിടെയുണ്ട് തുളസിയുടെ മാലയുണ്ട്. അതുപോലെ ആ ഒരു വെളുത്ത മുല്ലമുട്ടുമാലയുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് നേരെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ആ വിഗ്രഹങ്ങൾ ഓരോന്ന് സൈഡിലുള്ള ഇങ്ങനെ കാണാം. 2 ഗണപതിയെ കണ്ടു, മത്സ്യത്തിൻ്റെ വിഗ്രഹം കണ്ടു, കൂർമ്മം കണ്ടു, വരാഹം കണ്ടു, നരസിംഹം കണ്ടു. ഒക്കെ തൊഴുത് മേൽശാന്തിയുടെ അടുത്തുനിന്ന് അവിടെ നിന്ന് കക്കാട് മനോദിക്കനാണ് ഇന്ന് ഉച്ചപൂജ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഇരിക്കണു. അപ്പോൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി, അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങി തൊട്ട് നേരെ നമ്മൾ അനന്തപത്മനാഭസ്വാമീനെ കാണാം. അവിടെ തുളസിയും മുല്ലയും കൂടെ ഇങ്ങനെ മാല വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മേലും ചാർത്തിയിട്ടുണ്ട്. ആ ലക്ഷ്മി വിളക്ക് നല്ല പ്രകാശത്തിലിങ്ങനെ കത്തുന്നു. അപ്പോൾ അവിടെ തൊഴുതു. ഇനി ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ടൊന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. അങ്ങനെ അത് കഴിഞ്ഞാൽ ബാക്കി ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അങ്ങനെ കണ്ട് കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോഴുണ്ട് നിറയെ മാലകൾ കാണാനുണ്ട്. അപ്പോൾ താമരമാലയുണ്ട്, തുളസിമാലയുണ്ട്. അവിടെ കണ്ട് തൊഴുതു. മുരുകനെ കണ്ട് തൊഴുതു. ഭസ്മാലങ്കൃതമായ മുരുകനെ കണ്ട് തൊഴുതു. ഹനുമാൻ സ്വാമിയുടെ അടുത്തൊന്നും മാലയില്ല, കുങ്കുമമില്ല. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് തൊഴുതു. അങ്ങനെ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു തൊഴുതു. ഓവിൻ്റെ അവിടെ എത്തിയിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അങ്ങനെ ഗ്രില്ലിനപ്പുറത്തേക്ക് കിടന്നാലോ നമ്മളെ താമരക്കണ്ണനെ കാണാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴുതു. മണിക്കിണർ, ആ തീർത്തൊക്കെ എടുക്കുന്ന മണിക്കിണർ കണ്ടു തൊഴുതു. അതുപോലെ നൃത്താറയിലേക്ക് നോക്കിയാൽ ആ കിടാവിളക്കിന് കത്തണു. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, ആ ഗുരുവായൂരപ്പനെ കണ്ണൻ അവിടെ നിന്നിങ്ങനെ കളിക്കുകയാണ്. ആ കളിക്കണത് നോക്കി നോക്കൂ, എന്താ രസം. അങ്ങനെ നമ്മളെ മനസ്സ് നിറച്ച കണ്ണൻ്റെ ആ കളി ഇങ്ങനെ ചെറിയ കുട്ടിയായിട്ട് ഇങ്ങനെ കളിക്കണത് നോക്കിയാൽ അത് കണ്ടാൽ, നൃത്തം ചെയ്യുന്ന കണ്ണനെ കണ്ടാൽ എന്താ ഒരു രസം എന്നറിയോ. അപ്പോൾ അങ്ങനെ കണ്ടു തൊഴുതു. വീണ്ടും നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും അതുപോലെ നാരദരെയും ഒക്കെ ഇങ്ങനെ വസുദേവരെയൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇങ്ങനെ പോരുകയാണ്. വടക്കേ നടയിലൂടെ പുറത്ത് കിടന്നു. ഇനി ആ പ്രസാദ കൗണ്ടറിൽ എത്തിയാലേ ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം.
അതൊക്കെ വാങ്ങി നേരെ ആ എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാൻ പോവാം. ഭഗവതിയുടെ അടുത്തെത്തിയാലോ നല്ല ചുവന്ന പട്ടൊക്കെ എടുത്ത് നല്ല രസമായിട്ട് അങ്ങനെ ഇരിക്കണം. നിറയെ മാലണ്ട്, തെച്ചിപ്പൂവും ഒക്കെ ഇങ്ങനെ ചാർത്തിയിട്ട്, താമരയൊക്കെ മാലയൊക്കെ ചാർത്തിയിട്ട് വിധാനമായിട്ട് 4 മാലകൾ മേലെയും ചാർത്തിയിട്ടുണ്ട്. ഒക്കെ കണ്ടിങ്ങനെ തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു തൊഴുതു. അങ്ങനെ നമ്മളിങ്ങനെ പോരുമ്പോൾ സൈഡിലെത്തുമ്പോൾ മമ്മിയൂരിലെ ആ ഫോട്ടോ, മമ്മിയൂരപ്പനെ കാണാം, ശിവൻ്റെയും പാർവതിയുടെയും ഫോട്ടോ കാണാം. അപ്പോൾ അതിനപ്പുറത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ സ്മരിക്കുക. നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ സ്മരിക്കുക. അത് കഴിഞ്ഞാൽ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ പോരാം. ഇന്നിപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ ദർശനമാണ്. അപ്പോൾ അത് കാരണം നമുക്ക് കൊടിമരത്തിൻ്റെ അവിടെ നിൽക്കാനും പറ്റും, അവിടെ സാഷ്ടാംഗം നമസ്കരിക്കാൻ പറ്റും. വീണ്ടും ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ, ആ വെണ്ണക്കണ്ണൻ ഓടക്കുഴലും പിടിച്ചിങ്ങനെ നിൽക്കണു. ഭക്തരെ എല്ലാവരെയും ആ ചിരി കണ്ടാൽ മതി. എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചും കൊണ്ട് എതിരേറ്റ് നിൽക്കുകയാണ്. എല്ലാവരെയും അനുഗ്രഹിക്കാൻ, ആരൊക്കെങ്കിലും വെണ്ണ വേണമെങ്കിൽ തരാം എന്നൊക്കെയാണ്. വിശക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ, വെണ്ണ തരാം, പകുത്ത് തരാമെന്നാണ് പറയണേ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മളവിടെ തൊഴുതു. അങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തി. കൂത്തമ്പലത്തിലൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ വരുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അവിടെ എത്തി. അയ്യപ്പസ്വാമിയുടെ അവിടെയും വലിയ തിരക്കൊന്നുമില്ല, ക്യൂ ഒക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ 1:30 അടയ്ക്ക്, 1:30 എന്ന് പറഞ്ഞാൽ 1:45 ആയി. അങ്ങനെ അവിടെ എത്തി തൊഴുതു. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴുത് വലം വെച്ച് നമ്മൾ പടിഞ്ഞാറേ നടയിലേക്ക് എത്തുകയാണ്. പടിഞ്ഞാറേ നടയിൽ എത്തിയാൽ ആ ദീപസ്തംഭത്തിലേക്ക് നോക്കിയാൽ ആ വേണുഗോപാല സ്വരൂപം കാണാം. അതേപോലെ ആ കൊടിമരത്തിൽ വേണുഗോപാല സ്വരൂപം കണ്ട് തൊഴുതോളും, എല്ലാവരും തൊഴുതോളും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഉച്ചപൂജയും കളഭാലങ്കാരം കണ്ട് തൊഴുതു. എൻ്റെ കൂടെ വന്ന എല്ലാവരും തൊഴുതു കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.